കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഏ, ഈ എല്ലാ പാർട്ടികളും ഏഹ്, ഒരുപോലെ ഈ ലൈംഗിക ആരോപണ കേസുകളിൽ പെടുകയാണ്. ബി ജെ പി ഒരു വ്യത്യസ്തമായ പാർട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരെ, പാലക്കാടുള്ള മുതിർന്ന ബി ജെ പി നേതാവ് കൃഷ്ണകുമാർ, അദ്ദേഹം ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് കൂടെയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനെതിരെയും ഇപ്പോഴിതാ ഈ പീഡന പരാതി ഉയർന്നിരിക്കുകയാണ്. എന്താണ് ഈ കേരളത്തിലെ ബി ജെ പിക്കും ഈ അപജയം ഉണ്ടായോ? അല്ല, ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയനെ ചുമന്നാൽ ചുമക്കുന്നവന് നാറും. ആ രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ യുവാക്കൾ വളർന്നു വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ നേതാക്കളെല്ലാം ഇത്തരം കേസുകളിൽ പെട്ട് നാറുകയാണ്, ചീഞ്ഞ് നാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനെ പൂർണ്ണമായി തന്നെ ഇത്തരം സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തെ വിഴുങ്ങിയിരിക്കുകയാണ്. എല്ലാ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ. അതെ, നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ഓണത്തിലെ വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന മതേതരത്വത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധി. കാരണം ഇന്നലെ തന്നെ നമുക്കറിയാമല്ലോ, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക തന്നെ പറയുകയാണ്, വിദ്യാർത്ഥികൾ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന് പറയുകയാണ്. അത്രത്തോളം മതേതരത്വ സ്വഭാവം ഉണ്ടായിരുന്ന നാട് ആ രീതിയിലേക്ക് പോകുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് അവർ നാട് വിടുന്നു, തൊഴിലവസരങ്ങളില്ല. അങ്ങനെ വിവിധ പ്രതിസന്ധികളിലേക്ക് നമ്മുടെ നാട് വീഴുമ്പോൾ പൂർണ്ണമായിട്ടും തകർന്നിരിക്കും. പിന്നീട് ലഹരി മാഫിയയുടെ വലിയ രീതിയിലുള്ള ഈ കേരളത്തെ കീഴടക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെ വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ. ഈ നേതാക്കൾക്ക്, വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് എത്ര വിവരമുണ്ട്? ഇദ്ദേഹത്തെ എല്ലാം ഒരു കാലത്ത് കേരളത്തിലെ ജനത വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത്. അദ്ദേഹം പഠിച്ച് പ്രസംഗിച്ച് പറയുന്ന ഒരു നേതാവാണ്, എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഒരു നേതാവാണ്. ലോട്ടറി മാഫിയെ ഒതുക്കാൻ മുൻകൈയെടുത്ത ഒരു നേതാവാണ്. വി എസിനെ പോലെ തന്നെ CPM-ൽ നിന്ന് വി എസ് ആണ് രംഗത്ത് വന്നതെങ്കിൽ കോൺഗ്രസിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിശക്തമായിട്ട് ലോട്ടറി മാഫിയക്കെതിരെ രംഗത്ത് വന്ന ഒരാളാണ് വി ഡി സതീശൻ. അന്ന് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം അദ്ദേഹത്തെ കണ്ടത്. ആ ഒരു നേതാവാണ് പ്രാദേശിക നേതാവിനെ പോലെ സംസാരിക്കുന്നത്. അതെ, എന്റെ കയ്യിലും കുറെ സാധനങ്ങളുണ്ട്, നിങ്ങൾ എന്നെ കളിപ്പിക്കരുത്, വിരട്ടരുത് എന്നെല്ലാം പറഞ്ഞു. ഇദ്ദേഹമെല്ലാം കേരളത്തിൽ തന്നെ നാണക്കേടാണ്. നാം മുൻ ചർച്ചകളിലെല്ലാം പണ്ട് സൂചിപ്പിക്കുമല്ലോ, ഇന്ത്യക്ക് നാണക്കേടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് സ്വന്തം വില മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരു അമൂൽ ബേബിയായും ഒരു പപ്പുവായി അങ്ങനെ രാജ്യത്ത് ഉടനീളം ഓടി നടക്കുന്നു എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ നാണക്കേടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ തന്നെയാണ് മലയാളികൾക്കിടയിലും വി ഡി സതീശൻ അത്തരം പരാമർശങ്ങളുമായി രംഗത്ത് വരികയാണ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ പല നേതാക്കളും, മുതിർന്ന നേതാക്കളും തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ്, ഇദ്ദേഹത്തെ ഒതുക്കണം, ഇദ്ദേഹം പാർട്ടിക്ക് തലവേദനയാവും. പാലക്കാട്ടെ നേതാക്കൾ പലതവണ സൂചിപ്പിച്ചതാണ്. പക്ഷെ വി ഡി സതീശൻ ഉണ്ടായിരിക്കുന്ന, നാം വി ഡി സതീശനെ കുറിച്ച് തുടക്കം പറഞ്ഞല്ലോ, അദ്ദേഹം നല്ലൊരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് അധികാരമോഹം തലയ്ക്ക് പിടിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ വഴിയിലേക്ക് മാറിയത്. അത്തരത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് നമുക്ക് വി ഡി സതീശന്റെ മുഖത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനം എന്തായാലും ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ചില ചാനലുകളും വാർത്ത നൽകുകയാണ്, BJP-യുടെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ പാലക്കാട് BJP-യുടെ മുഖമായി മാറുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം അവിടെ BJP നയിക്കുന്ന കൃഷ്ണകുമാറിനെ കുറിച്ച് അറിയാം. നമുക്ക് 2015 കാലഘട്ടത്താണ് അവിടെ BJP അധികാരത്തിൽ വന്നത്. അങ്ങനെ BJP അധികാരത്തിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് കൃഷ്ണകുമാർ തന്നെ ലൈംഗികപരമായി പീഡിപ്പിച്ചുവെന്ന് കാട്ടി പലതവണ ഈ സ്ത്രീ, അഭിഭാഷക സ്ത്രീ, അവിടെ BJP-യുടെ പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ, RSSന്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ട് നടപടി എടുത്തില്ലെന്നാണ് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ. ഇതാണോ വി ഡി സതീശൻ 2 ദിവസം മുൻപ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ വാർത്ത, കേരളം ഞെട്ടാൻ പോകുന്ന വാർത്ത എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ വലിയ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിന് പിന്നാലെ തന്നെ ഈ നേതാവിനെ ലക്ഷ്യമിട്ട് നിരന്തരം പരാമർശങ്ങൾ നടത്തുന്നത് നാം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആണല്ലോ ഈ പാൽ സൊസൈറ്റി നേതാവെന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ. ഈ കൃഷ്ണകുമാറിന്റെ പേര് തന്നെ ഉച്ചരിക്കാറില്ല. അദ്ദേഹം പാൽ സൊസൈറ്റി നേതാവെന്ന് കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിൽ എന്ത് പാലക്കാടിനെ കുറിച്ച് പറഞ്ഞാലും എന്ത് BJP-യെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു വ്യക്തിവൈരാഗ്യമുള്ള ഒരു നേതാവായി ഈ സന്ദീപ് വാര്യർ മാറിയിട്ടുണ്ട്. ഈ സന്ദീപ് വാര്യറെ BJP-യിൽ നിന്ന് വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിൽ കോൺഗ്രസിന് പോയത്.
കോൺഗ്രസ് സന്ദീപ് വാര്യറിനെ ഇനി കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ അടിത്തറ തന്നെ ഇളക്കും. നമുക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ വൈരാഗ്യവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് പാർട്ടിയെ ബാധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയാവും. അതാണ് നാം കണ്ണൂരിൽ പരിശോധിക്കേണ്ടത്. പി ജയരാജനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ പല നേതാക്കളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അവരുടെ വ്യക്തി വൈരാഗ്യമാണ് കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം വളർത്തിയത്. അത് തന്നെയാണ് നാം ഓരോ ജില്ലകളെ അടിസ്ഥാനമാക്കിയും എവിടെയെല്ലാം വ്യക്തി വൈരാഗ്യം ഉണ്ടാകുമോ ആ ജില്ലകൾ പിന്നീട് സംഘർഷ മേഖലയിലേക്ക് പോകും. അങ്ങനെ പാലക്കാടിനെ ഒരു സംഘർഷ മേഖലയിലേക്ക് തള്ളിവിടാനാണോ സന്ദീപ് വാര്യർ ശ്രമിക്കുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ പാലക്കാട് അങ്ങനെ നാം ഇടയ്ക്ക് ഈ SDPIയും RSSും തമ്മിലുള്ള സംഘർഷം കണ്ടിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ അങ്ങനെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാത്തൊരു ജില്ല കൂടിയാണ്. അതിനെ ഇത്തരം സംഘർഷത്തിലേക്ക് കടത്തിവിടാനാണോ സന്ദീപ് വാര്യർ ശ്രമിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് ആത്യന്തികമായി ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് എപ്പോഴും സമാധാനവുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്, ഗാന്ധിസവുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. വലിയ കുഴിയിൽ ചാടിക്കാനാണ് ഈ നേതാവിന്റെ ശ്രമം. നാം ഇന്നലെ ഈ പരവൂറിൽ ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നത് കണ്ടിട്ടില്ലേ? ഇനി DYFIക്കാർ വരുമ്പോൾ ആംബുലൻസുമായി വരണമെന്ന് ഇദ്ദേഹം പ്രസംഗിച്ചിട്ട് പോകും. അവിടെ തല്ലുകൊള്ളുന്നത് മുഴുവൻ സാധാരണ പാർട്ടി പ്രവർത്തകരായിരിക്കും, കോൺഗ്രസ്സുകാരായിരിക്കും. കോൺഗ്രസ്സുകാർക്ക് പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. കോൺഗ്രസ്സുകാർ ഈ മുൻകാലങ്ങളിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം, ഈ BJPയും ഈ CPMും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ ജനങ്ങൾ വിജയിപ്പിച്ചു വിടുന്നത് കോൺഗ്രസ് ആയിരിക്കും. കാരണം ഇവർ തമ്മിൽ രണ്ടുപേര് സംഘർഷമാണ്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിന്റെ വഴിയിലുള്ള കോൺഗ്രസ് വിജയിച്ചു പോകട്ടെ എന്നൊരു ചിന്താഗതി പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ആ പാർട്ടിയെ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമമാണ് സന്ദീപ് വാര്യർ ശ്രമിക്കുന്നത്. സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കയ്യിൽ പല ഇത്തരം സ്ക്രീൻഷോട്ടുകളും അതോടൊപ്പം തന്നെ ചാറ്റുകളുമെല്ലാം തങ്ങളുടെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഈ കൃഷ്ണകുമാറും അദ്ദേഹത്തിനോടൊപ്പമുള്ള അവിടുത്തെ ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ ആവർത്തിച്ചു പറയുകയാണ് സന്ദീപ് വാര്യറിനെതിരെ ചില പരാതികളുണ്ട്, സ്ക്രീൻഷോട്ടുകളുണ്ട്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും തങ്ങൾക്ക് പുറത്തുവിടാൻ തങ്ങളുടെ കയ്യിലുള്ളതായി ഇത്തരം വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് തന്നെയാണോ? കാരണം ഇന്നലെ ആയിരുന്നു VD സതീശൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക്, എൻ്റെ വസതിയിലേക്ക് കാളയുമായി മാർച്ച് നടത്തി, ഇനി കാളയെ നിങ്ങൾ BJP ഓഫീസിൽ തന്നെ കെട്ടുക. അങ്ങനെ കെട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു വാർത്ത പുറത്തു വരും. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസിലേക്ക്, വീട്ടിലേക്ക്, വസതിയിലേക്ക് ആ കാളയുമായി മാർച്ച് നടത്താമെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ആ ബോംബ് എന്നാണ് തോന്നുന്നത്. കാരണം ഈ സ്ത്രീ രാജീവ് ചന്ദ്രശേഖറിനും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു രാജീവിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ പൂർണ്ണമായി അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഇദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന് വലിയ രീതിയിൽ തന്നെ മുരളീധര പക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു, ഇദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ടും ഈ മുരളീധര പക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള സ്വാധീനം കൊണ്ടാണ് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി പാർട്ടിക്കുള്ളിൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി മാറുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും അവർ എന്തെല്ലാം പുതിയ നേതാക്കളുടെ ഇപ്പൊ പറയുകയാണ്, ഏതോ CPMന്റെ മന്ത്രിയുടെ ചാറ്റ് പുറത്തു വിടുമെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. പല നേതാക്കളുടെയും MP-മാരുടെയും ചാറ്റുകൾ പുറത്തുവിടും, BJP നേതാവിന്റെ ചാറ്റ് പുറത്തുവിടും. അങ്ങനെ ഇവർ ചാറ്റ് വിടുമെന്ന് പറയുമ്പോൾ സ്വന്തം നേതാവ് അവിടെ വീണ്ടും ചാറ്റ് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ എത്ര ചാറ്റുകൾ ഇനി പുറത്തു വരാനുണ്ട്? ഇപ്പോഴും അദ്ദേഹത്തിന് മറ്റേ ഒരു തമാശ രൂപേണയാലും ഈ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ട്, BM ഷബീർ അങ്ങനെ എന്തോ ഒരു ഷബീർ പറയും പോലെ ഇദ്ദേഹത്തെ കോയമ്പത്തൂരിലേക്ക് ചികിത്സയ്ക്ക് അയക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിനൊരു ഈ ലൈംഗിക വൈകൃതമാണ്, ഈ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തമാക്കിയതുപോലെ. അതിനുവേണ്ടിയുള്ള ചികിത്സ നടത്താതെ ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ തേടി നടക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ പ്രതിരോധത്തിലാക്കും. എന്തായാലും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി കേസുമായി മുന്നോട്ട് പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJP ഈ നേതാവിനെതിരെ നടപടി എടുക്കുമോ എന്നുള്ളതെല്ലാം വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.